ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നേപ്പാളി ഡിഷാണ്. ചുക്കൗനി എന്നാണ് അതിൻ്റെ പേര്. ഇതൊരു പൊട്ടറ്റോ സാലഡാണ്, യോഗേർട്ടിനെ കൊണ്ട് ഉണ്ടാക്കുന്നത്. ഒന്നുമില്ല, നമ്മളുടെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കുന്ന ഉള്ളി സാലഡ് പോലെ പൊട്ടറ്റോൻ്റെ സാലഡ്. അപ്പം 2 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. പിന്നെ ബോയിൽ പൊട്ടറ്റോ ഒരു 3 എണ്ണം അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അനിയൻ, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മസ്റ്റർഡ് പൗഡർ, പിന്നെ കൊറിയാൻഡർ ലീവ്സ്, ഗ്രീൻ ചില്ലീസ് ഒരു 3 എണ്ണം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ സെസമേ പൗഡറാണ്. വൈറ്റ് സെസമേ റോസ്റ്റ് ചെയ്തിട്ട് അത് പൊടിച്ച് വെക്കുക, 2 ടേബിൾ സ്പൂൺ. ഇനി നമ്മളൊരു ബൗൾ എടുക്കും, എന്നിട്ട് നമ്മൾ തൈര് അതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. ഇത് കുറച്ച് ഫ്ലോയി ടെക്സ്ചർ വേണ്ടതാണ്, ഞാൻ അധികം അത്ര വാട്ടറി ആക്കിയിട്ടില്ല. എന്നിട്ട് ഇത് ലംസ് എല്ലാം പോകുന്ന വരെ നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക, സ്മൂത്ത് ആവുന്ന വരെ. വേണേൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം, ഞാൻ അത്ര വാട്ടറി ആക്കിയിട്ടില്ല. എന്നിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് മുറിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോസ് അതിലേക്ക് ഇടും, പിന്നെ ഉള്ളി അതിലേക്കിടും. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇത് ആക്ച്വലി നമ്മളുടെ ഒരു പച്ചടീൻ്റെ ഒരു ടേസ്റ്റ് വരും, കഞ്ച നമ്മൾ കടുക് പൊടി ഇടുന്നുണ്ട്. ഇനി ഗ്രീൻ ചില്ലി ഇടും, മസ്റ്റർഡ് പൗഡർ ഇടും, കടുക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂണ്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സെസമേ പൗഡർ, റോസ്റ്റഡ് സെസമേ, പിന്നെ ക്യുമിൻ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ, റെഡ് ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ പൊടികളെല്ലാം നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക, എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. നമ്മുടെ സാലഡായി. ഇനി നമ്മൾ ഒരു ടെമ്പറിങ് ആഡ് ചെയ്യും. അതിന് കടുകെണ്ണ ചൂടാക്കുക, മസ്റ്റർഡ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ. അത് ചൂടായി വരുമ്പോൾ ഫെനുഗ്രീക്ക് സീഡ്സ് ഉലുവ 1 ടീസ്പൂൺ ചേർക്കുക. അത് നന്നായിട്ട് ബ്രൗൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഒരു 3 ഡ്രൈ റെഡ് ചില്ലീസ് അതിലിടുക. അപ്പോൾ നമ്മുടെ വറവ് റെഡിയായി. ഇനി അത് താളിക്കാം. അത് താളിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചുക്കാമി റെഡിയായി. നമുക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് നേപ്പാളുകാരുടെ പൊട്ടറ്റോ സാലഡ്. ഇത് നമുക്ക് പുലാവിൻ്റെ കൂടെയും സാധാരണ റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, ഒരു പച്ചടീൻ്റെ ടേസ്റ്റ് വരും മസ്റ്റർഡ് പൗഡർ ഇടുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പുലാവിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.